തിരുവിഷ്ണു മിനിസ്ട്രീസ് ഡെയിലി ബിഡിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 6 സാർവത്രിക സഭ വിശുദ്ധ ബലി മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 1 മുതൽ 5 വരെയും, സങ്കീർത്തനങ്ങൾ 85 9 മുതൽ 14 വരെയും, വിശുദ്ധ പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 8 മുതൽ 14 വരെയും, വിശുദ്ധ മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 8 വരെയും തിരുവചനങ്ങൾ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, കൃപയും സമാധാനം നമ്മോടുകൂടെ. എന്തിനാണ് ഒരു ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്നത്? ഒരു ആഗമനകാലം നമ്മോട് പറയുന്നത് എന്താണ്? ആഗമനകാലം ക്രിസ്തുവിൻ്റെ വരവിനെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ വരവിനെ ആനുകാലിക ലോകത്തോട് പ്രഘോഷിക്കാനുള്ളൊരു ബാധ്യത നമുക്കുണ്ട് എന്നാണ് സുവിശേഷം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുക. സ്നാപകൻ ക്രിസ്തുവിനെക്കുറിച്ച് പ്രവചനപ്രകാരം പറയുന്ന ഭാഗമാണ് സുവിശേഷത്തിൽ. മരുഭൂമിയിലെ ശബ്ദമായി, വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമായി സ്നാപകൻ മാറുന്നു. അപ്രകാരം ക്രിസ്തുവിനെ ലോകത്തോട് ആനുകാലിക ലോകത്ത് അവതരിപ്പിക്കാനായി അയക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. സ്നാപകൻ അതിന് ഒരു ജീവിതം അർപ്പിക്കുന്നുണ്ട്, ഒരു ജീവിത വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. അവൻ വെട്ടുക്കളയും കാട്ടുതേനും കുടിച്ച് ജടാധാരിയായി അല്ലെങ്കിൽ തോൽവാറ് ധരിച്ച് പരിഹാരത്തിൻ്റെ പ്രകൃതമായി ജീവിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ ലോകത്തോട് പറയാൻ, വെളിപ്പെടുത്താനായിട്ട് സ്നാപകൻ എടുക്കുന്ന നിലപാട് ഒന്ന് ഒരു നിസ്വതയുടേതാണ്, അല്ലെങ്കിൽ ലോകവിരുദ്ധതയുടേതാണ്. ഒന്നാമത്തെ കാര്യം. സ്നാപകനെ നാം മനസ്സിലാക്കുമ്പോൾ സ്നാപകന്റെ ജീവിതത്തെ നാം കാണണം. യേശു ക്രിസ്തുവിനെ കുറിച്ച് ലോകത്തോട് പറയണമെങ്കിൽ, ലോകമെന്ന് നമ്മൾ പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ നമുക്കുണ്ടാകേണ്ട ഒരു കാര്യം നിസ്വതയാണ്. ഭൗതിക സാഹചര്യങ്ങളിലും സുഖഭോഗങ്ങളിലും മുഴുകുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ആനുകാലിക ലോകത്തോട് ക്രിസ്തു ഇങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് ഭൂമിയിലേക്ക് വന്നു എന്ന് പറയാൻ പറ്റുക? യേശു ക്രിസ്തു സമസ്തവും ഉപേക്ഷിച്ച്, അധികാരം ഉപേക്ഷിച്ച്, സമ്പത്ത് ഉപേക്ഷിച്ച്, എല്ലാറ്റിനും ഉടയവനായിരിക്കെ കിടക്കാൻ ഇടമില്ലാത്തവനായി ഭൂമിയിലേക്ക് വന്നു, ഒരു കാലത്തൊഴുത്തിൽ മനുഷ്യനായിട്ട് പിറന്നു എന്ന് പറയാൻ കഴിയണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഈ ദാരിദ്ര്യത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശം വേണ്ടേ? അത്യാഡംബരങ്ങളിൽ ജീവിച്ചിട്ട്, സുഖഭോഗങ്ങളിൽ ജീവിച്ചിട്ട് ക്രിസ്തുവിലാണ് വിശ്വസിക്കുന്നത്, യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി ഉപേക്ഷിച്ചു എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? വാക്കും ജീവിത പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം പറയുന്ന വാക്കുകളുടെ വിശ്വാസ്യതയെ ഹനിച്ചു കളയും. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം. അപ്പം അതുകൊണ്ട് ജീവിത നിലപാടായി ക്രിസ്തു ഉണ്ടായെങ്കിൽ, ജീവിത നിലപാടായ ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കാൻ പറ്റുമെങ്കിൽ, ഒരു കണക്കിന് ഈ നോമ്പുകാലത്തൊക്കെ നമ്മൾ എടുക്കുന്ന ഈ പരിത്യാഗത്തിൻ്റെയൊക്കെ ഭാഗം തന്നെ അതായിരിക്കും ഓർമ്മപ്പെടുത്തേണ്ടത്. ഭക്ഷണം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ രുചിക്കൂട്ടുകൾ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് പുറകിലുണ്ടാവേണ്ടത് എന്താ? സുഖഭോഗങ്ങളുടെയും ജീവിത താല്പര്യങ്ങളുടെയും മേഖലയിൽ നിന്ന് വിമോചനം പ്രാപിക്കാതെ ഒരാൾക്ക് ലോകത്തോട് ക്രിസ്തുവിനെക്കുറിച്ച് പറയാൻ സാധ്യമല്ലെന്നാണ്. സ്നാപകനത് ചെയ്യുന്നുണ്ട്. രണ്ടാമത്, സ്നാപകൻ്റെ ഒരു പ്രവൃത്തി നമുക്ക് കാണാവുന്നത് സത്യം പറയാൻ വേണ്ടി സ്വന്തം തല പോയാലും വേണ്ടില്ലെന്ന് വെക്കാനായിട്ട് സ്നാപകന് പറ്റി. നമ്മളിപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ക്രിസ്ത്യാനിയല്ലേ? നമ്മൾ വാക്കെങ്ങനെ മാറ്റാം, വാക്കല്ലേ മാറ്റാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചല്ലേ നമ്മൾ ജീവിക്കുന്നത്. വാക്കാണ് ക്രിസ്തു എന്ന പരമാർത്ഥം മറന്നുകൊണ്ടാണ് വാക്ക് മാറ്റുന്നവരായി, വ്യതിചലിക്കുന്നവരായി നാം മാറിക്കൊണ്ടിരിക്കുന്നത്. പലതരത്തിൽ വളച്ചൊടിച്ചും കൂട്ടിക്കിഴിച്ചും ഒക്കെ വാക്കുകൾ കൊണ്ട് നാം നടത്തുന്ന അഭ്യാസങ്ങൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയല്ല, മറച്ചു വയ്ക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ആനുകാലിക ലോകത്തിൽ ക്രിസ്തുവിനെ പറയണമെങ്കിൽ സ്നാപകനായി മാറേണ്ടതുണ്ട്. യെശയ്യാ പ്രവചനത്തിന്റെ പൂർത്തീകരണമായ സ്നാപകൻ പറഞ്ഞ ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചു. ആനുകാലിക ലോകത്തോട് അപ്പോസ്തലികമായ ദൗത്യത്തോടെ ഇതേറ്റു പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതം പരിത്യാഗത്തിന്റെ, നിസ്വതയുടെ, ജീവാർപ്പണത്തിന്റെ വഴിയായിട്ട് മാറണം. സത്യത്തിന് വേണ്ടി നിലകൊള്ളും എന്നൊരു പക്ഷത്തേക്ക് നമുക്ക് വരാൻ പറ്റും. വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച്, സദ്വാർത്തയെക്കുറിച്ച് യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 1 മുതൽ 5 വരെയും 9 മുതൽ 11 വരെയും തിരുവചനങ്ങളിൽ പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെ സിയോൻ മലമുകളിൽ നിന്ന് പ്രഘോഷിക്കുന്ന തരത്തിൽ എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള രക്ഷകനായ ഒരുവൻ വരുന്നു, അവൻ എല്ലാവരെയും അവരുടെ കെട്ടുകളിൽ നിന്ന് മോചിപ്പിക്കുന്നവനാണ് എന്ന് പ്രഘോഷിക്കുകയാണ്. ഈ പറഞ്ഞ ഈ യെശയ്യാ പ്രവചനമാണ് സ്നാപകനിൽ നിറവേറുന്നത്. ഈ യെശയ്യാ പ്രവചനം സ്നാപകന് നിറവേറുകയും നമ്മിലൂടെ തുടരുകയും ചെയ്യുകയാണ് ആനുകാലിക ലോകം ക്രിസ്തുവിനെ അനുഭവിക്കേണ്ടത്. ഇങ്ങനെ സകലതിനും പ്രകാശമായി വരുന്ന, എല്ലാറ്റിൻ്റെയും ഉടയവനായ രക്ഷകനും സങ്കേതവുമായ മിശിഹായെക്കുറിച്ചുള്ള ജീവിതം കൊണ്ടുള്ള വെളിപ്പെടുത്തലാണ്. ആഗമനകാലം എന്ന് പറയുമ്പോൾ ഒരു അനുസ്മരണം മാത്രമല്ലല്ലോ, ഭാവി ലോകത്തിൻ്റെ ഒരു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഒരു പ്രകാശം അതിൻ്റെ പുറകിലുണ്ടല്ലോ. അതെന്നായിരിക്കും? അത് വളരെ കാലവിളംബം ഉണ്ടാവും നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോൾ ഒന്നും സംഭവിക്കില്ലെന്നാണ് നമ്മുടെ ഒരു പ്രത്യേകത. അതാണല്ലോ, മരിച്ചു വീഴുന്ന സമയം വരെ നമ്മൾ വിചാരിക്കും നമ്മളൊരിക്കലും മരിക്കില്ല. അപ്പോൾ അത് കാലവിളംബത്തെക്കുറിച്ച് നമ്മൾ സംശയം ഉണ്ടാകരുത്. സമയത്തിനും കാലത്തിനും വിധേയനല്ല ദൈവം. ദൈവത്തിൻ്റെ സമയം ഏത് സമയത്തും ആകാം.
അതുകൊണ്ട് ദൈവത്തിൻ്റെ വരവിനെ, ക്രിസ്തുവിൻ്റെ വരവിനെ ആനുകാലിക ലോകത്ത് അടയാളപ്പെടുത്തേണ്ടത് നമ്മുടെ ജീവിതം വഴിയാണ്, ജീവിത പ്രവൃത്തി വഴിയാണ്. വിശുദ്ധ പത്രോസിനെ ഓർമ്മിപ്പിക്കുകയാണ്, കർത്താവിൻ്റെ ദിവസത്തിൽ കള്ളനെ പോലെ വരും. ഏത് സമയത്തും ആകാം. ദൈവത്തിൻ്റെ ആഗമനത്തെ തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് ഏത് സമയത്തും വരാം. കർത്താവിൻ്റെ ദിവസത്തിൽ കള്ളനെ പോലെ വരും. ഒരുങ്ങി ഇരിക്കാൻ പറ്റണം. എങ്ങനെയാണ് ഒരുക്കം? നശ്വരമായ ഇവയിലൊന്നും മനസ്സർപ്പിക്കാതെ. വചനം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്, നശ്വരമായ ഇവയിലൊന്നും മനസ്സർപ്പിക്കാതെ ആകാശം വെന്തുരുകയും മൂലപദാർത്ഥങ്ങൾ വെണ്ണീറാകുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ആ ദിവസം വരുന്ന സമയത്തെക്കുറിച്ച് പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ കാത്തിരിക്കാൻ പറ്റണം. അതെന്നുമാകാം. ആകാശം വെന്തുരുകയും മൂലപദാർത്ഥങ്ങൾ ചാമ്പലാകുകയും ചെയ്തൊരു സമയം, വെണ്ണീറാകുന്ന സമയം, ആ സമയം പ്രതീക്ഷിക്കണം. അതുകൊണ്ട് നശ്വരമായ ഇവയിൽ മനസ്സർപ്പിക്കാതിരിക്കണം. ഭൗമികമായവ നശ്വരമാകിയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കണം എന്ന് പറയും. ഇന്നുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ വിശുദ്ധിയും ദൈവഭക്തിയും എങ്ങനെ ഭൗതിക ലോകത്ത് നേട്ടങ്ങൾക്കായി ഉപയോഗിക്കാം എന്ന തരത്തിലാണ് നമ്മുടെ ചിന്ത. നമ്മുടെ ദൈവഭക്തി എന്തിനാണതാ? നമ്മുടെ ദൈവഭക്തി കാര്യം കാണാനുള്ള ഒരു കാലുപിടുത്തമാണ്. അങ്ങനെ തരം താഴ്ത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധിയും ദൈവഭക്തിയും നമ്മൾ ഉറപ്പിക്കണം. നശ്വരമായവയിൽ മനസ്സർപ്പിക്കാതിരിക്കണം. അനശ്വരമായ ദൈവത്തിൻ്റെ പ്രകാശം നമ്മോടൊത്തുണ്ടെന്ന് വിശ്വസിക്കണം. ഏതു നിമിഷവുമാകാം അത് കള്ളനെ പോലെ വരാൻ കർത്താവിൻ്റെ ദിവസം. അവിടുത്തെ ആഗമനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരായി മാറാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. നമ്മുടെ ജീവിതം കൊണ്ടാണ് ഈ കാത്തിരിപ്പിൻ്റെ വെളിച്ചം ആനുകാലിക ലോകത്ത് മറ്റുള്ളവർക്ക് അനുഭവപ്പെടുക. ഏറ്റവും പ്രിയപ്പെട്ടവരെ, അപ്രകാരമായി തീരാൻ, ക്രിസ്തുവിൻ്റെ മനസ്സ് ആനുകാലിക ലോകത്തിൻ്റെ പ്രകാശമായി മാറാൻ നമ്മെ തന്നെ അർപ്പിച്ചുകൊണ്ടും നമ്മുടെ ജീവിതം ക്രിസ്തുവായി പരിവർത്തിപ്പിക്കണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്കൊരുങ്ങാം. ആഗമനകാലത്തിന് നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കാം, പ്രത്യാശയോടെ കാത്തിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.